ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ സിലബസ് അനുസരിച്ച് 9ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ പാഠങ്ങളാണ് അല്ലേ. അപ്പോൾ അതിൽ നാലാമത്തെ പാഠം അല്ലെ നാലാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 2 സെക്ഷൻസ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സെക്ഷനാണ് നമ്പർ ക്യൂരിയോസിറ്റീസ്, ക്രിയാ കൗതുകങ്ങൾ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് കാര്യം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ആദ്യം ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ അത്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷൻ നോക്കാം. സോ നമ്പർ ക്യൂരിയോസിറ്റീസ്. അപ്പോൾ ഇവിടെ 2 പ്രോഡക്റ്റ് അല്ലേ, 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്, 2 സംഖ്യകളുടെ ഗുണനഫലം തന്നിട്ടുണ്ട്. ഈ ഗുണനഫലങ്ങൾ നോക്കൂ, 12ഉം 63 12ഉം 63 നമ്മൾ ഗുണിച്ചപ്പോൾ എന്ത് കിട്ടി? 12ഉം 63 നമ്മൾ ഗുണിച്ചപ്പോൾ 756 കിട്ടി, സ്വാഭാവികം അല്ലേ. അടുത്ത് ഈ 12നെ തിരിച്ചിട്ടിട്ട് എന്ത് ചെയ്യുന്നു? 21 36, 63 തിരിച്ചിട്ട് 36 അല്ലേ. 12നെ എന്തായി നമ്മൾ തിരിച്ചിട്ടപ്പോൾ എന്ത് കിട്ടി? 21ഉം 63നെ തിരിച്ചെഴുതിയപ്പോൾ എന്ത് കിട്ടി? 36, 63 36 ആയി. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി നമുക്ക്? സെയിം 756 തന്നെ കിട്ടി. അത് പോസിബിൾ ആണോ എല്ലാ നമ്പേഴ്സിലും? എല്ലാ നമ്പേഴ്സിലും അതൊന്നും എന്തല്ല, പോസിബിൾ അല്ല കേട്ടോ. സോ ഇതിൻ്റെ ഒരു അടുത്ത നമ്പർ നമ്മൾ എടുത്താലോ. ഇപ്പോൾ 12, ഇപ്പോൾ 12 എടുത്തു, 12 ഇൻറ്റു 64 ഞാൻ എടുക്കണം. 12 ഇൻറ്റു 64. സോ 12 ഇൻറ്റു 64 എന്ത് വരും? 10 ടൈംസ് 64 40 വരും. 2 ടൈംസ് 64 128 വരും. സോ 768 ആയിരിക്കും എൻ്റെ ആൻസർ വരിക. സോ ഇനി ഇതിനെ തിരിച്ചെഴുതിയാലോ? 12നെ 21 ആയിട്ടും 64നെ 46 ആയിട്ടും എഴുതി കഴിഞ്ഞാൽ എന്തായി? ആ നമ്പേഴ്സിൻ്റെ ക്യാരക്ടർ മാറിയില്ലേ? 46 2 ടൈംസ് എഴുതുമ്പോൾ തന്നെ 920 ആയി. ഓക്കെ, 920യും പിന്നെ 46ഉം, അപ്പോൾ എന്ത് വരും? 966 വരും. അപ്പോൾ ഇതെന്തല്ല, ഈക്വൽ അല്ല അല്ലേ. ഇവിടെ എഴുതിയപ്പോൾ ഈക്വൽ അല്ല, ബട്ട് ഈ 2 നമ്പേഴ്സ് എന്തായി? ഈക്വലായി. അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇനി വേറൊരു സംഭവം നോക്കിയാലോ. 32 ഇൻറ്റു 46, വാട്ട് ഇസ് ദ ആൻസർ? 32 46 കുടിച്ചപ്പോൾ 1472 അല്ലേ, 1472. ഇനി അത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു, പരസ്പരം മാറ്റി. 32നെ 23 ആക്കി, 46നെ 64 ആക്കി. അപ്പോൾ 46 64 ആയി, 32 23 ആയപ്പോൾ അപ്പോഴും പ്രോഡക്റ്റ് എന്ത് കിട്ടി? 1472 അല്ലേ. അപ്പോൾ ഇത് വേറെ നമ്പർ എഴുതി ഇതുപോലെ ആവണം നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന നമ്പേഴ്സിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഈ നമ്പേഴ്സ് തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ട്, അല്ലെ ഈ നമ്പേഴ്സിന്റെ പ്ലേസുകൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിനെ ഓൾജിബ്ര യൂസ് ചെയ്ത് നമുക്ക് ആ റിലേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ശരി. ഇനി വേറെ ഇതുപോലെ പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓൾജിബ്ര യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾജിബ്രയിൽ എടുക്കുമ്പോൾ ഇത് 2 ഡിജിറ്റ് നമ്പേഴ്സിലെ 2 അക്ക സംഖ്യകളല്ലേ. അപ്പോൾ 2 അക്ക സംഖ്യകൾ നമ്മൾ പൊതുവെ എങ്ങനെ എടുക്കും? 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ സാധാരണ എടുക്കുക, ഒന്ന് 10n പ്ലസ് m എന്നും മറ്റേനെ 10p പ്ലസ് 10q പ്ലസ് p എന്നും, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക അല്ലേ. ആദ്യം എന്ത് ചെയ്യാം, നമുക്കിത് എങ്ങനെ എടുക്കാം? ആദ്യത്തെ 2 നമ്പേഴ്സ് 10m പ്ലസ് n, 2 ഡിജിറ്റ് നമ്പേഴ്സ് എങ്ങനെയല്ലേ എഴുതുക. ഇനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ എങ്ങനെ എഴുതും? 100m പ്ലസ് 10n പ്ലസ് p, ഇങ്ങനെ എഴുതും കേട്ടോ 3 ഡിജിറ്റ് നമ്പേഴ്സിന്. അതായത് 100ന്റെ പ്ലേസ് കൂടെ വരുന്നുണ്ട്. 2 ഡിജിറ്റ് നമ്പറിൽ ഹയർ ആയിട്ട് വരുന്നത് 10ന്റെ പ്ലേസ് ആണ്. സോ 10m പ്ലസ് n ഫോം എടുക്കാം. മറ്റൊരു നമ്പർ നമുക്ക് എന്ത് ചെയ്യാം, 10p പ്ലസ് q എന്നും എടുക്കാം. ഇതിനെ ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് എന്തെടുക്കാം? ഇന്റർചേഞ്ച് ചെയ്താൽ ഇതിനെ 10n പ്ലസ് m എന്നും വരും, അടുത്ത് 10q പ്ലസ് p എന്നും വരും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 നമ്പേഴ്സ് 10m പ്ലസ് n-ഉം 10p പ്ലസ് q തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ഒരു പ്രൊഡക്റ്റ് നോക്കാം. അടുത്ത് 10n പ്ലസ് m-ഉം 10q പ്ലസ് p തമ്മിൽ ഗുണിച്ച് എന്ത് ചെയ്യാം, നമുക്കൊരു ഗുണനഫലം എന്ത് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ 2 നമ്പേഴ്സ് എടുക്കുന്നു, 10m പ്ലസ് n-ഉം 10p പ്ലസ് q. നമ്മൾ പല പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ് ഈ ടൈപ്പ് നമ്പേഴ്സ്, പല പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ്. നോക്കൂ, അപ്പോൾ ഇതിൽ ഈ 10m പ്ലസ് n-ഉം 10p പ്ലസ് q മൾട്ടിപ്ലൈ ചെയ്തിരിക്കും. നോക്കൂ, ആദ്യം 10m ഇൻറ്റു 10p, സോ വാട്ട് ഇസ് ദാറ്റ്? 100 mp നമ്മളത് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത് 10m ഇൻറ്റു q, 10mq. അടുത്ത് n ഇൻറ്റു 10p, 10np, n ഇൻറ്റു q, nq. ഓക്കെ, ഇനി ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു, ഇന്റർചേഞ്ച് ചെയ്ത് എന്ത് ചെയ്തു? ഈ 10m പ്ലസ് n പകരം എന്തായി? 10n പ്ലസ് m ആയി. ഇത് കണ്ടോ, 10n പ്ലസ് m. 10p പ്ലസ് q പകരം 10q പ്ലസ് p ആയി. പ്ലേസുകൾ എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതിയപ്പോൾ എന്തായി? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ 10n ഇൻറ്റു 10q,
10nq, 10n into p 10np, ഇനി m into 10q 10mq, m into p mp. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകത കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും പ്രത്യേകത നോക്കൂ. ഇതിൽ ഇവിടെ 100mp 10mq 10np nq, ഇവിടെ 100nq 10np 10mq mp അല്ലേ? അപ്പോൾ ഇതിൽ പൊതുവായിട്ട് എന്തെങ്കിലും ഉണ്ടോ? 10mq 10mq ഇവിടെയുണ്ട് അല്ലേ? 10mq 10mq അത് കോമൺ ആണ്. അടുത്ത് 10np 10np അതും കോമൺ ആണ്. അപ്പോൾ അത് രണ്ട് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്താണ് ഇവിടെ വരുന്നത്? ഒരുപോലെ വരുന്നത് എന്താണ്? ഒരുപോലെ ആവേണ്ടതാണ്. ഇത് രണ്ട് ഈക്വൽ ആവണം, അതല്ലേ അതിൻ്റെ അർത്ഥം? നമുക്ക് നേരത്തെ കണ്ട പോലെ പ്രൊഡക്റ്റുകൾ ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നേരത്തെ ചെയ്ത ഗുണനഫലമല്ലേ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട രണ്ട് സംഖ്യകളെടുത്ത് ഗുണിച്ചപ്പോൾ ഈ 32 46 ഗുണിച്ചപ്പോൾ 23 64 ഗുണിച്ചപ്പോൾ ഒരേ ആൻസറല്ലേ കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് ആൻസേഴ്സും ആണ് എന്ത് ചെയ്യേണ്ടത്? ഈക്വൽ ആവേണ്ടത്. ആ രണ്ട് ആൻസേഴ്സും ഈക്വൽ ആവണം അല്ലേ? ആ രണ്ട് ആൻസേഴ്സ് ഈക്വൽ ആവുന്ന കേസിൽ ഇവിടെ ഈ 10mq ഓക്കെ ആണ്, 10mq 10mq അത് ഈക്വൽ ആണ്, 10np 10np അതും ഈക്വൽ ആണ് അല്ലേ? രണ്ടും തുല്യമാണ്. ഇനി തുല്യമാവേണ്ട എന്താണ്? 100 plus mp plus nq എന്തിന് ഈക്വൽ ആവണം? 100 mp plus nq എന്തിന് ഈക്വൽ ആവണം? 100 nq plus mp ക്ക് ഈക്വൽ ആവണം. സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 100 mp plus nq എന്ന് പറയുന്നത് 100 nq plus mp ആണെന്ന് വരണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് തെളിയിക്കാൻ പറ്റുള്ളൂ, ഇത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 100 mp ഈക്വൽ ടു 100 nq ആവണം, അതുപോലെ nq ഈസ് ഈക്വൽ ടു mp ആവണം, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പ്രോഡക്റ്റ് ഈക്വൽ ആവണം. അപ്പോൾ നമുക്ക് ഒരേപോലത്തെ സാധനങ്ങൾ എടുത്തോട്ട് കൊണ്ടുപോയാലോ? ഇവിടെ 100 mp ഉണ്ട്, ഇവിടുത്തെ ഒരു mp ഇങ്ങോട്ടുണ്ടെന്ന് എന്തായത്? 100 mp മൈനസ് mp ആവും ഈക്വൽ ടു 100 nq ഇവിടെ ഉണ്ട്, ഇനി ഈ പ്ലസ് nq ഇങ്ങോട്ടുണ്ടെന്നാൽ മൈനസ് nq ആവും. സോ റിസൾട്ട് എന്ത് വരും? 100 mp മൈനസ് mp എന്താവും? 99 mp എന്തിന് ഈക്വൽ ആവണം? 99 nqന് ഈക്വൽ ആവണം അല്ലേ? 99 mp ഈക്വൽ ടു 99 nq. നോക്കൂ ഇവിടെ നോക്കൂ, ഇത് ഇങ്ങനെ ഈക്വൽ ആണോ? ഇത് ഈക്വൽ ആവുന്നതിൽ നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് കൊണ്ടുപോയാലോ? ഒരു സൈഡിലേക്ക് കൊണ്ടുപോയാൽ എന്തായി? 99 mp മൈനസ് 99 nq ഈക്വൽ ടു എന്താവണം? 0 അല്ലേ? ഇത് ഈക്വൽ ടു അതിൻ്റെ ഒരു സൈഡിലേക്ക്, സമത്തിന്റെ ഒരു വശത്തേക്ക് കൊണ്ടുപോയാൽ എന്തായി? മറ്റേ വശത്ത് 0 അല്ലേ വരിക. സോ 99 mp എന്താവണം? മൈനസ് 99 nq 0 ആവണം. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇത് കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ mp ഈസ് ഈക്വൽ ടു nq ആവണം അല്ലേ? അത് 99 ഇവിടെ ഉണ്ട്, 99 mp മൈനസ് nq എന്താണ്? 0 ആവണം. കോമൺ അല്ലേ? 99 കോമൺ എടുത്തു. അപ്പോൾ mp മൈനസ് nq എന്തായിരിക്കും? 0 ഡിവൈഡ് ബൈ 99 അല്ലേ? 0 ഡിവൈഡ് ബൈ 99 അല്ലേ? അപ്പോൾ 0 ഡിവൈഡ് ബൈ എനി വാല്യൂ എന്താണ്? 0 ആണ്. 0 ഡിവൈഡ് ബൈ എനി വാല്യൂ ഈസ് 0. പൂജ്യത്തിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ എന്താണ്? 0 തന്നെയാണ് ഉത്തരം കിട്ടുക. സോ mp മൈനസ് nq എന്താവണം? 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? mp ഈസ് ഈക്വൽ ടു nq ആവണ്ടേ? mp ഈസ് ഈക്വൽ ടു nq ആവണം. അപ്പോൾ mp ഈക്വൽ ടു nq ആവുന്ന കണ്ടീഷനാണ് വേണ്ടത്. നമ്മൾ എടുത്ത നമ്പേഴ്സ് എന്തൊക്കെയാണ്? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ mn അതായത് എങ്ങനെ എഴുതും? m ഇൻറ്റു n അല്ല കേട്ടോ, mn പ്ലേസുകളാണ്, പൊസിഷൻ. അതായത് 10m പ്ലസ് n ആണ്. അടുത്ത് p q എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന 10p പ്ലസ് q. ഈ രണ്ട് നമ്പേഴ്സാണ് നമ്മൾ എടുത്തത്. ഇനി അടുത്ത് ഇന്റർചേഞ്ച് ചെയ്തപ്പോഴാണ് എന്തായത്? 10n പ്ലസ് എമ്മും 10q പ്ലസ് പിയും ആയിട്ട് മാറിയത്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് ആണ് നമ്മൾ എടുത്തത്. ഇനി ഇവിടെ എന്ത് പറയുന്നു? mp ഈക്വൽ ടു nq ആയാൽ mp ഈക്വൽ ടു nq നമ്മൾ ഏതൊക്കെ എടുത്തത്? m n p q. അവർ പറയുന്നത് എന്താണ്? mp ഈക്വൽ ടു എന്താവണം? nq ആയാൽ ഇത് ഓക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ mp ദിസ് വൺ, ആദ്യത്തെ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റും രണ്ടാമത്തെ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റും എന്താണ്? ഈക്വൽ ആയാൽ നമുക്ക് എന്ത് കിട്ടും? ഇതുപോലത്തെ ഉത്തരങ്ങൾ കിട്ടും എന്നാണ് പറയുക. ഇതുപോലത്തെ നമ്പേഴ്സ് എടുത്ത് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. 12ഉം 63. 12ഉം 63 എടുത്താൽ എന്താണ് കണ്ടീഷൻ? അതായത് ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് എന്താണ്? 1ഉം 6ഉം അല്ലേ? രണ്ട് നമ്പേഴ്സ് നോക്കിയാൽ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് 1ഉം 6ഉം, രണ്ടാമത്തത് 2ഉം 3ഉം. അപ്പോൾ 1 into 6 എന്താണ്? 6,
2 into 3 എന്താണ് 6. അപ്പോൾ എന്തായി ഈക്വൽ ആയില്ലേ? അത് ഈക്വൽ ആയി. അത് ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അതായത് 12 into 63 ചെയ്താലും 21 into 36 ചെയ്താലും എന്ത് കിട്ടും? സെയിം തന്നെ കിട്ടും അല്ലേ? എന്താണ് നമുക്ക് നേരത്തെ കിട്ടിയത്? 756 അല്ലേ? 756 756. ആദ്യം ഇത് നമ്മൾ ഈ കണക്ക് തുടങ്ങിയപ്പോൾ ചെയ്തില്ലേ ആ സാധനം, അതുപോലെ തന്നെ ചെയ്താണെന്ത് 32 into 46. അപ്പൊ 3 into 4 എന്താണ് 12. അതുപോലെ 2 into 6 എന്താണ് 12. അതുകൊണ്ടാണ് എന്ത് ചെയ്തത് 32 into 46 into 46 എന്തിന് ഈക്വൽ ആയത്? 32 ഇന്റർചേഞ്ച് ചെയ്തിട്ട് 23 into 64 ഈക്വൽ ആയത് അല്ലേ? അതെന്തായിരുന്നു 1472 1472 ആയിരുന്നു. നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത രണ്ട് കണക്കാണ് ഈ പറയുന്നത്. അതായത് ആദ്യത്തെ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റും രണ്ടാമത്തെ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ഈക്വൽ ആവണം എങ്കിൽ ഇത് കണ്ടീഷൻ ഓക്കെ. അതായത് 1 into 6 6, 2 into 3 6. അപ്പോൾ എന്താവും? അതിങ്ങനെ തിരിച്ചിട്ടാൽ എന്താവും? അതിന്റെ ഉത്തരങ്ങൾ ശരിയായിരിക്കും. അതായത് 12നെ ഇന്റർചേഞ്ച് 21 ആക്കി, 63നെ 36 ആക്കി. അപ്പോൾ 2 എന്ത് കിട്ടും? സെയിം ഇത് തന്നെ പ്രൊഡക്റ്റിന് കിട്ടും. ഇവിടെ നോക്കിയാൽ 2 into 3 6, 1 into 6 6, 756 ആണ് നമുക്ക് ആൻസർ കിട്ടുക. 32 into 46 കണ്ടീഷൻ അത് തന്നെയാണ്. 3 into 4 12, 6 into 2 12. അപ്പോൾ എന്താണ് ഇതിനെ തിരിച്ചെഴുതി 23 into 64 ആക്കിയാൽ എന്ത് കിട്ടും? ഒരേ ആൻസർ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ ഇതുപോലത്തെ വേറെ നമ്പേഴ്സ് എടുക്കാൻ പറ്റുമോ? നമുക്ക് വേറെ നമ്പേഴ്സ് എടുക്കാമല്ലോ. വേറെ ഒരുപാട് നമ്പേഴ്സ് നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പ്രൊഡക്റ്റുകൾ എഴുതുമ്പോൾ എന്താണ് 2 into 9 കണ്ടോ 18 ആണ്. 3 into 6 എന്താണ് 18. ഈ രണ്ട് നമ്പേഴ്സിന്റെ എന്താ മിക്സ് വരുന്ന, അതായത് ആദ്യത്തെ രണ്ട് ഫോർ ഇതിന്റെ എക്സാമ്പിൾ എന്ത് വരും? 2 into 9 18. അപ്പോൾ ആദ്യത്തെ നമ്പറിന്റെ ഫസ്റ്റ് നമ്പർ 2ഉം രണ്ടാമത്തെ നമ്പറിന്റെ ഫസ്റ്റ് നമ്പർ 9ഉം എടുക്കാം. അടുത്ത് ആദ്യത്തെ നമ്പറിന്റെ സെക്കൻഡ് നമ്പർ 3 എടുക്കുക, രണ്ടാമത്തെ നമ്പറിന്റെ സെക്കൻഡ് നമ്പർ 6 എടുക്കുക. 23 into 96 ചെയ്താൽ, അതായത് 2 into 9 18 ആണ്, 3 into 6 18 ആണ്. അപ്പോൾ 23 into 96 ചെയ്ത് എന്ത് കിട്ടും നമുക്ക്? ദിസ് ഈസ് 2208. ഓക്കെ, അതുപോലെ തന്നെ ഇതിനെ തിരിച്ചിട്ടിട്ട് 32 into 69 ചെയ്താലോ അത് എന്ത് കിട്ടും? 2208 കിട്ടും. ബിക്കോസ് 2 into 9 എന്താണ് 18 ആണ്, 3 into 6 18 ആണ്. പ്രൊഡക്റ്റുകളുടെ ആദ്യത്തെ രണ്ട് നമ്പേഴ്സിന്റെയും രണ്ടാമത്തെ രണ്ട് നമ്പേഴ്സിന്റെയും പ്രൊഡക്റ്റുകൾ എന്താണ്, ഗുണനഫലങ്ങൾ എന്താണ്, തുല്യമായതുകൊണ്ട് അത് നമുക്ക് തുല്യമായിട്ട് കിട്ടും. ഉണ്ടോ? 23 into 96, 32 into 69 എന്താണ് മസ്റ്റ് ബി ഈക്വൽ. അത് തുല്യമായിരിക്കണം അല്ലേ? അത് തുല്യമായി തന്നെ ഇരിക്കും. അപ്പൊ ഇങ്ങനത്തെ മറ്റു പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക? ട്രൈ ചെയ്ത് നോക്കുക. മറ്റു പേഴ്സ് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ നമുക്ക് 8 into 2, 2 into 8 എന്ത് കിട്ടും? 2 into 8 16. ഓക്കെ, അടുത്ത് 4 into 4 എന്താണ്? അതും 16 അല്ലേ? അപ്പൊ ഈ രണ്ട് നമ്പേഴ്സ് ഇത് ഒരേ പ്രോഡക്റ്റ് വരുന്ന രണ്ട് നമ്പേഴ്സ് 2 into 8 16, 4 into 4 16. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ നമ്പറും എന്താണ്, ഇവിടുത്തെ ആദ്യത്തെ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുക കേട്ടോ. 2 into 8 16 ആണ്. അപ്പോൾ ഇത് രണ്ടും എന്ത്, രണ്ട് നമ്പേഴ്സിന്റെ ആദ്യത്തെ നമ്പേഴ്സ് ആവും 2 8. രണ്ടാമത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ എടുക്കുക 4ഉം 4ഉം. ഇപ്പോൾ 24 into 84 നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കൂ. 24 into 84. അതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 42 into 48. ഈ രണ്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം 2 into 8 16 ആണ്, 4 into 4 16 ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? ഇതിന്റെ പ്രോഡക്റ്റുകൾ എന്തായിരിക്കും? ഈക്വൽ. ഇതിന്റെ ഗുണനഫലങ്ങളും ഈക്വൽ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരുപാട് നമ്പേഴ്സ് ഇതിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഒരുപാട് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഇനി വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിൽ മോർ എക്സാമ്പിളിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരേ പ്രോഡക്റ്റ് ഇപ്പോൾ 24 എടുത്താൽ 24 6 into 4 എന്താണ്? 24 ആണ് അല്ലേ? അതുപോലെ 8 into 3 എന്താണ്? 24 ആണ്. അപ്പോൾ 6 into 4 എടുക്കുമ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ ആദ്യത്തെ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് ഈ 24. സോറി 64. 6ഉം 4ഉം ആദ്യത്തെ രണ്ട് നമ്പേഴ്സ്. അടുത്ത രണ്ട് നമ്പേഴ്സ് ആയിട്ട് 8ഉം 3ഉം 8ഉം 3ഉം. സോ 68 into 43 പ്രോഡക്റ്റ് എടുക്കൂ. അതുപോലെ തന്നെ
68 ഇന്റർചേഞ്ച് ചെയ്ത് 86 ഇൻറ്റു 43 ഇന്റർചേഞ്ച് ചെയ്ത് 34 ആക്കി അതിന്റെ പ്രോഡക്റ്റ് എടുക്കൂ. ഇത് ചെക്ക് ചെയ്ത് നോക്കൂ, ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇതിന്റെ ബാക്കി കോൺസെപ്റ്റ് കലണ്ടർ മാത്ത് ആണ്, കലണ്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ആ തിയറി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.